ഹലോ എവ്രിവൺ, ടെക് പി എസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ പരീക്ഷയുടെ പരീക്ഷാ തീയതി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പരീക്ഷാ തീയതി, എക്സാം ഡീറ്റെയിൽസ്, അതോടൊപ്പം ഇതിന്റെ സിലബസ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ എക്സാം ഡീറ്റെയിൽസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 191/2024 KCBയിലേക്ക് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. നിലവിൽ 9 വേക്കൻസീസ് ആണ് അപ്ഡേറ്റ് ആയിട്ടുള്ളത്. എക്സാം ഡേറ്റ് ശ്രദ്ധിക്കുക, 23/3/2026 മൺഡേ, തിങ്കളാഴ്ചയാണ് പരീക്ഷ നടക്കുന്നത്. എക്സാം രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും പരീക്ഷയുണ്ട്. കാരണം 2 പേപ്പറുകളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. ആദ്യത്തെ പേപ്പർ 1 ജനറൽ നോളേജ്, ജനറൽ ഇംഗ്ലീഷ്, അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ തുടങ്ങിയ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. പേപ്പർ 2 അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അത് ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 4:50 വരെയും. പേപ്പർ 1 10 മണി മുതൽ 12:20 വരെയും. രണ്ടും സെയിം ദിവസം തന്നെയാണ്, ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു പരീക്ഷയിലേക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് 9/3/2026 തൊട്ട് അവൈലബിൾ ആയി തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിനെ പറ്റി പൊതുവായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പരീക്ഷയിലേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യ റാങ്കിൽ എത്താനായി ടെക് പി എസ് സി ഒരു തീവ്ര പരിശീലന ഓൺലൈൻ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ഇൻ KCB മെയിൻസ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് തീർച്ചയായിട്ടും അതിന്റെ റെക്കോർഡഡ് സെഷൻസും തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. ഇനി ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ ആയിട്ടുള്ള PDF ഫോർമാറ്റിൽ ലഭ്യമാകും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും എക്സാം തീയതി വരെയും അവസരങ്ങൾ ഉണ്ടാവും. കാരണം ഈ ഒരു കോഴ്സിന്റെ കോഴ്സ് വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം തീയതി വരെയാണ്. കൂടാതെ ടോപ്പിക് വൈസ് എക്സാമുകൾ, അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം, ഫീഡ്ബാക്കോട് കൂടിയ എക്സാമുകൾ എന്നിവയും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ്. ഇന്റർവ്യൂ ഗൈഡൻസ് സപ്പോർട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുമെന്നതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരും തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പരീക്ഷയുടെ സിലബസ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, സിലബസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പേപ്പറായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2. അതിൽ പേപ്പർ 1 ജനറൽ നോളേജ്, ജനറൽ ഇംഗ്ലീഷ്, അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ എന്നീ ടോപ്പിക്സ് ആണുള്ളത്. ജനറൽ നോളേജ് 25 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 25 മാർക്ക്, അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ 50 മാർക്ക്. അങ്ങനെ 100 മാർക്കിന്റെ പേപ്പറാണ് പേപ്പർ 1 എന്ന് പറയുന്നത്. പേപ്പർ 1 എക്സാം രാവിലെ ആയിരിക്കും, അത് നമുക്ക് അറിയാം. ഇനി നമുക്ക് പേപ്പർ 2ലേക്ക് പോവുകയാണെങ്കിൽ, പേപ്പർ 2 അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി ആണ് നമ്മുടെ സബ്ജക്ട് അല്ലേ. 150 മാർക്കിനാണ് പരീക്ഷ, 100 മാർക്കിനല്ല, ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ പല പാർട്ടുകളുണ്ട് പേപ്പർ 2. അപ്പോൾ ഓരോ പാർട്ടുകളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്നാം പാർട്ടിൽ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, 2 ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. അപ്പോൾ ഈ 2 പേപ്പറും അല്ലെങ്കിൽ ഈ 2 പാർട്ടും 30 മാർക്കിനുള്ള വെയിറ്റേജ് ആണ് ഉള്ളത്. അതിനുശേഷം ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് കമ്പനീസ്, 32 മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് 20 മാർക്കിന്റെ ചോദ്യം. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് 20 മാർക്കിന്റെ ചോദ്യം. കോസ്റ്റ് അക്കൗണ്ടിംഗ് 18 മാർക്കിന്റെ ചോദ്യം. അങ്ങനെ 150 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി പേപ്പർ 1ന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു പേപ്പർ 1 എന്താണ്, ഒരു 100 മാർക്കിന്റെ പേപ്പറാണ്. രാവിലെ ആയിരിക്കും പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഈ ഇത് നോക്കുകയാണെങ്കിൽ, പേപ്പർ 1 ജനറൽ നോളേജിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് 25 മാർക്കിന് ഫാക്ട്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, റെലവൻസ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ സബ് ടോപ്പിക്സ് വരുന്നത്. അതിൽ ഫാക്ട്സിൽ വേർഡ് ക്യാപിറ്റൽസ്, വേർഡ് ലാംഗ്വേജസ്, വേർഡ് കറൻസി, വേർഡ് ലീഡേഴ്സ്, റിവേഴ്സ് ഓഫ് കേരള തുടങ്ങിയ ടോപ്പിക്സ് 5 മാർക്ക്. അതിനുശേഷം ഏൻഷ്യന്റ് ഇന്ത്യൻ ഫിഗേഴ്സ്, മിഡീവൽ ഇന്ത്യൻ ഫിഗേഴ്സ്, ബ്രിട്ടീഷ് ഇന്ത്യ ഇവന്റ്സ്, ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്, പോസ്റ്റ് 1956 കേരള തുടങ്ങിയ കാര്യങ്ങൾ അവിടെ കേരള രൂപീകരണത്തിന് ശേഷമുള്ള കേരളത്തിലെ ഇവന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനുശേഷം പൊളിറ്റിക്സിൽ ഇന്റർനാഷണൽ ബോഡീസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, പാർലമെന്റ് ഓഫ് ഇന്ത്യ,
അസംബ്ലി ഓഫ് കേരള, ഇമ്പോർട്ടൻറ്റ് ലോസ് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഈ സബ് ടോപ്പിക്സ് എല്ലാം 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ഇൻവെന്റേഴ്സ് ആൻഡ് ഇൻവെൻഷൻസ്, IT, ഫോംസ് ഓഫ് എനർജി, സ്പേസ്, സോഷ്യൽ മീഡിയ എന്നിവയാണ് ടോപ്പിക്. അതിനുശേഷം റെലവെന്റിൽ ബഡ്ജറ്റ്, പവർ പ്ലാന്റ്സ്, KCB, ഇലക്ട്രിസിറ്റി താരിഫ്, ഇലക്ട്രിസിറ്റി യൂണിറ്റ്സ്, ഹൈഡൽ പ്രോജക്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി അതിന്റെ പാർട്ട് 2, അപ്പോൾ നമ്മൾ ജനറൽ നോളേജ് ആണ് ആദ്യം നോക്കിയത്. ഇനി പേപ്പർ 1ന്റെ തന്നെ പാർട്ട് 2 ജനറൽ ഇംഗ്ലീഷ് ആണ്. അവിടെ സബ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് നൗൺസ് ആൻഡ് പ്രൊനൗൺസ്, വെർബ്, ടെൻസ്, ആഡ്വെർബ്, അഡ്ജക്റ്റീവ് ആൻഡ് ആർട്ടിക്കിൾ, പ്രപ്പോസിഷൻസ്, ജംബിൾഡ് യൂണിറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ നൗൺസ് ആൻഡ് പ്രൊനൗൺസ്, വെർബ്, ടെൻസ് തുടങ്ങിയ ടോപ്പിക്കുകൾ റെസ്പെക്റ്റീവ്ലി 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതിനുശേഷം ആഡ്വെർബ്, അഡ്ജക്റ്റീവ് തുടങ്ങിയ ടോപ്പിക്സിന് 3 മാർക്കിന്റെ വെയിറ്റേജും, അതിനുശേഷം പ്രപ്പോസിഷൻസ് ആൻഡ് ജംബിൾഡ് യൂണിറ്റ്സ് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ. അങ്ങനെയാണ് 25 മാർക്ക് വരുന്നത്. അതിൽ നൗൺസ് ആൻഡ് പ്രൊനൗൺസിൽ നിങ്ങൾക്ക് സിംഗുലർ ആൻഡ് പ്ലൂറൽ, കൗണ്ട് ആൻഡ് അൺകൗണ്ട്, കളക്റ്റീവ്സ്, പൊസസീവ് പ്രൊനൗൺസ്, പേഴ്സണൽ പ്രൊനൗൺസ് തുടങ്ങിയ ടോപ്പിക്സും, വെർബില് ആക്റ്റീവ് ആൻഡ് പാസീവ്, ഓക്സിലറി, മോഡൽസ്, ജെറൻഡ്, പ്രിൻസിപ്പിൾ തുടങ്ങിയ സബ് ടോപ്പിക്സും, ടെൻസില് പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് പെർഫെക്റ്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഇറഗുലർ വെർബ്സ് തുടങ്ങിയ ടോപ്പിക്സും, ആഡ്വെർബില് ആഡ്വെർബ് ഓഫ് ടൈം, ആഡ്വെർബ് ഓഫ് മാനർ, ആഡ്വെർബ് ഓഫ് ഡിഗ്രി തുടങ്ങിയ ടോപ്പിക്സും, അഡ്ജക്റ്റീവ്സ് ആൻഡ് ആർട്ടിക്കിൾസിൽ കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് ദ തുടങ്ങിയ ടോപ്പിക്സും, പ്രപ്പോസിഷൻസിലെ പ്ലേസ്, ടൈം, അതോടൊപ്പം ജംബിൾഡ് യൂണിറ്റ്സിൽ ലെറ്റേഴ്സ് ടു വേർഡ്സ്, വേർഡ്സ് ടു സെന്റൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം പാർട്ട് 3. അപ്പോൾ ഈ പേപ്പർ 1ന്റെ പാർട്ട് 3 അരിത്മെറ്റിക് ആൻഡ് മെൻസുറേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 50 മാർക്കിന്റെ വെയിറ്റേജ് ആണ് കേട്ടോ ആ ഒരു പേപ്പറിനുള്ളത്. അതിൽ മൊഡ്യൂൾ 1 ഉള്ളത് നമ്പർ സിസ്റ്റം ആണ്. നമ്പർ സിസ്റ്റത്തിൽ ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്, സൈക്ലിസിറ്റി, ഡിവിസിബിലിറ്റി, റിമൈൻഡേഴ്സ്, prime and composite numbers, real numbers and rational numbers, irrationality and decimal representations, division algorithm, fundamental theorem of arithmetic തുടങ്ങിയ ടോപ്പിക്സ് ആണ് അവിടെ ഉള്ളത്. ഇനി മൊഡ്യൂൾ 2 നോക്കുകയാണെങ്കിൽ പോളിനോമിയൽസ് ആണ്. അവിടെ ഡിഗ്രി, ക്ലാസിഫിക്കേഷൻ, റിമൈൻഡർ തിയറം, ഫാക്ടർ തിയറം, ഡിവിഷൻ ആൽഗരിതം ഫോർ പോളിനോമിയൽസ്, സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് പോളിനോമിയൽസ് തുടങ്ങിയ ടോപ്പിക്സും, മൊഡ്യൂൾ 3 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അത് റൂട്ട്സ്, മെത്തേഡ്സ് ഫോർ ഫൈൻഡിങ് റൂട്ട്സ്, അതിൽ തന്നെ ഫാക്ടറൈസേഷൻ, കംപ്ലീറ്റിംഗ് സ്ക്വയേഴ്സ്, ക്വാഡ്രാറ്റിക് ഫോർമുല, നേച്ചർ ഓഫ് റൂട്ട്സ്, റിലേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് കോഎഫിഷ്യൻസ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് അവിടെ നമുക്ക് 3ാമത്തെ മൊഡ്യൂൾ കവർ ചെയ്യാനായിട്ടുള്ളത്. ഇനി 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ആണ്. ഓക്കെ, അതിൽ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയേണ്ട മെത്തേഡ്സ് ഏതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫിക്കൽ, സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നീ മെത്തേഡ്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത് കണ്ടീഷൻസ് ഫോർ സോൾവബിലിറ്റി ആണ്. 5ാമത്തെ മൊഡ്യൂൾ അരിത്തമെറ്റിക് ആൻഡ് ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അവിടെ ബേസിക് കോൺസെപ്റ്റ്സ്, ജനറൽ ടേം, സം ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്നിവയാണ് ടോപ്പിക്സ്. ഇനി മൊഡ്യൂൾ 6 നോക്കുകയാണെങ്കിൽ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ്, ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ്. അവിടെ മെത്തേഡ്സ് ഫോർ ഫൈൻഡിങ് സ്ക്വയർ റൂട്ട്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ് ആണ് നിങ്ങളുടെ ടോപ്പിക് ആയിട്ട് വരുന്നത്. 7ാമത്തെ മൊഡ്യൂൾ പ്രോഫിറ്റ്, ലോസ് ആൻഡ് ഡിസ്കൗണ്ട് ആണ്. പ്രോബ്ലംസ് റിലേറ്റഡ് ടു പ്രോഫിറ്റ്, ലോസ് ആൻഡ് ഡിസ്കൗണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്. അതിനുശേഷം റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ്, അവിടെ പ്രോബ്ലംസ് റിലേറ്റഡ് ടു റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ്. അതിനുശേഷം വരുന്ന ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് വർക്ക് ആണ്. പ്രോബ്ലംസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. അതോടൊപ്പം 8ാമത്തെ മൊഡ്യൂൾ വരുന്ന പെർസെൻറ്റേജ് ആണ്. അവിടെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്, സക്സസീവ് ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് തുടങ്ങിയ കാര്യങ്ങൾ. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, മാത്തമാറ്റിക്സ് ഇൻ കൊമേഴ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് 8ാമത്തെ മൊഡ്യൂൾ വരുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സ് ഇൻ കൊമേഴ്സിൽ ഷെയർസ്, ട്രേഡിംഗ് ഇൻ ഷെയർസ്, ഡിവിഡൻസ്, ഡിബെഞ്ചേഴ്സ്, ബാങ്കിങ്, അക്കൗണ്ട് സേവിങ്സ്, കറണ്ട്, റെക്കറിംഗ്, ഫിക്സഡ്, സെയിൽസ് ടാക്സ് ആൻഡ് വാല്യൂ ആഡഡ് ടാക്സ് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 9ാമത്തെ മൊഡ്യൂൾ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൽ ഡെഫിനിഷൻസ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഗ്രാഫിക്കലിൽ ബാർ ഗ്രാഫ് വേണം, ഹിസ്റ്റോഗ്രാം വേണം, ഫ്രീക്വൻസി പോളിഗൺ വേണം, അരിത്തമെറ്റിക് മീൻ തുടങ്ങിയവയാണ് ടോപ്പിക്സ്. 10ാമത്തെ മൊഡ്യൂൾ വരുന്നത് സർക്കിൾസ് ആണ് കേട്ടോ. അപ്പോൾ സർക്കിൾസിൽ സീക്കൻഡ് ആൻഡ് ടാൻജന്റ്, ഏരിയ ഓഫ് സെഗ്മെന്റ്, ആംഗിൾ ഇൻ ആർട്ടനൈറ്റ് സെഗ്മെന്റ്സ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ്, ഏരിയ ഓഫ് സെക്ടർ, ആപ്ലിക്കേഷൻ ഓഫ് ഏരിയ റിലേറ്റഡ് ടു സർക്കിൾ, സർക്കംഫറൻസ് തുടങ്ങിയ കാര്യങ്ങൾ. 11ാമത്തെ മൊഡ്യൂളിൽ ട്രയാങ്കിൾസ് ആൻഡ് ക്വാഡ്രിലാറ്ററൽസ് ആണ്. അതിൽ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് ക്വാഡ്രിലാറ്ററൽസ്, പ്രോപ്പർട്ടീസ് തുടങ്ങിയ കാര്യങ്ങൾ, മിഡ് പോയിന്റ് തിയറം, ഏരിയ, പെരിമീറ്റർ, പൈതഗോറസ് തിയറം, ആംഗിൾസ് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ. നെക്സ്റ്റ് സിമിലർ ആൻഡ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസിൽ പ്രോബ്ലംസ് റിലേറ്റഡ് ടു സിമിലാരിറ്റി ആൻഡ് കോൺഗ്രുവൻസ് ആണ്. ഓക്കെ, ഇനി 12ാമത്തെ മൊഡ്യൂൾ വരുന്ന സോളിഡ്സ് ആണ്. അവിടെ സർഫസ് ഏരിയ, വോളിയം ഓഫ് വേരിയസ് സോളിഡ്സ്,
13ാമത്തെ മോഡ്യൂൾ ട്രിഗ്നോമെട്രി ആണ്. അവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ, പ്രോബ്ലംസ് ഓൺ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ്. ഇനി 14ാമത്തെ മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ കോർഡിനേറ്റ് ജിയോമെട്രി ആണ്. അവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡിവിഷൻസ്, സെൻട്രോയിഡ്, ഇൻസെന്റർ, സ്ട്രേറ്റ് ലൈൻസ്, സ്ട്രേറ്റ് ലൈൻസിന്റെ വേരിയസ് ഫോംസ്. 15ാമത്തെ മോഡ്യൂൾ വരുന്നത് സെറ്റ്സ് ആണ്. അവിടെ ഡിസ്ക്രിപ്ഷൻ ഓഫ് സെറ്റ്സ്, ടൈപ്പ് ഓഫ് സെറ്റ്സ്, വെൻ ഡയഗ്രാം, ഓപ്പറേഷൻ, ബേസിക് കോൺസെപ്റ്റ്സ് കവറിംഗ് ഫംഗ്ഷൻസ് ആൻഡ് ലിമിറ്റ്സ് തുടങ്ങിയവയാണ് ടോപ്പിക് വരുന്നത്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ 1ാമത്തെ മൊഡ്യൂളിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരെണ്ണവും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരെണ്ണവുമാണ് ഉള്ളത്. 2ാമത്തെ മൊഡ്യൂളിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരെണ്ണം, 3ാമത്തെ മൊഡ്യൂളിൽ നിന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒരെണ്ണം, 4ാമത്തെ മൊഡ്യൂളിൽ നിന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒരെണ്ണം, 5ാമത്തെ മൊഡ്യൂളിൽ നിന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒരെണ്ണം, 6ാമത്തെ മൊഡ്യൂളിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒരെണ്ണം, മൊഡ്യൂൾ 7ൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ 1, 4 മാർക്ക് ക്വസ്റ്റ്യൻ 1, മൊഡ്യൂൾ 8ൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ 1, 4 മാർക്ക് ക്വസ്റ്റ്യൻ 1, മൊഡ്യൂൾ 9ൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ 1, മൊഡ്യൂൾ 10ൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ 1, മൊഡ്യൂൾ 11ൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ 1, 4 മാർക്ക് ക്വസ്റ്റ്യൻ 1, മൊഡ്യൂൾ 12ൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ 1, മൊഡ്യൂൾ 13ൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ 1, മൊഡ്യൂൾ 14ലും 15ലും എല്ലാം 2 മാർക്ക് ക്വസ്റ്റ്യൻ ഓരോന്ന് വീതമാണ്. 15ാമത്തെ മൊഡ്യൂളിൽ 4 മാർക്ക് ക്വസ്റ്റ്യനും കൂടെ ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് പേപ്പർ 2 അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി 150 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ 1ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കേണ്ടത് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതിൽ ബുക്ക് കീപ്പിംഗ്, ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാപിറ്റൽ വേഴ്സസ് റവന്യൂ ട്രാൻസിഷൻസ്, റെസീറ്റ് ആൻഡ് പേയ്മെന്റ്സ് വേഴ്സസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്സ്, സെൽഫ് ബാലൻസിംഗ് സിസ്റ്റം, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഇൻ ഇന്ത്യ, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് their applicability, interpretation, scope and compliance of in India, Companies Act 2013 and accounting standards, introduction to IFRS, overview of India AS, applicability of AS and India AS to electricity supply, distribution and companies in India എന്നിവയാണ് ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 6 എണ്ണമാണ് വരുന്നത്. അങ്ങനെ 30 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഇനി യൂണിറ്റ് 2 ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ആണ്. അവിടെ ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം, ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ അക്കൗണ്ട് സിസ്റ്റം ആൻഡ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട്സ് of double account system, clear profit, reasonable return, disposal of surplus, advantages and disadvantages of double account system, accounts of electricity company, the Electricity Act 2003 and its main features, accounts of security deposit, SLD, service line കം ഡെവലപ്മെന്റ്, അതുപോലെ ചാർജസ്, ഗ്രാൻഡ് റിസീവ്ഡ് അണ്ടർ APDRP, അതുപോലെ വെയ്റ്റഡ് ആവറേജ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ, അഡ്വാൻസ് എഗെയിൻസ്റ്റ് ഡിപ്രീസിയേഷൻ ODRC, അതുപോലെ മെത്തേഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇലക്ട്രിസിറ്റി കമ്പനീസ് തുടങ്ങിയവയാണ് അവിടെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. 8 മാർക്കിന്റെ ചോദ്യം ഇവിടെ നിന്ന് ഒരെണ്ണം, 5 മാർക്കിന്റെ ചോദ്യം ഇവിടെ നിന്ന് 2 എണ്ണം, 3 മാർക്കിന്റെ ചോദ്യം 4 എണ്ണം. അങ്ങനെ ആകെ 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നിന്നും വരുന്നത്. 3ാമത്തെ മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് കമ്പനീസ് ആണ്. അവിടെ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ അറ്റ് പാർ, പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട്, under and over subscription, redemptions of preference shares, redemptions out of profit and out of proceeds of fresh issue and redemption of debentures, bonus issue, right issue, sweat equity, ESOP, buy back of shares, underwriting, financial accounts of companies, company statutory records, preparation of financial account according to revised schedule 3, forms and contents of balance sheets, profit and loss account, department and branch accounts, sale on approval, ഹയർ പർച്ചേസ്, റോയൽറ്റി എന്നിവയാണ് ഇവിടുത്തെ ടോപ്പിക്. 8 മാർക്കിന്റെ ചോദ്യങ്ങൾ ഒരെണ്ണം, 3 മാർക്കിന്റെ ചോദ്യങ്ങൾ 8 എണ്ണം. അങ്ങനെ 32 മാർക്കിന്റെ ചോദ്യങ്ങളാണ് 3ാമത്തെ മൊഡ്യൂളിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത്. മൊഡ്യൂൾ വരുന്നത് കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻഷ്യൽ അനാലിസിസ് ആണ്. അതിൽ കമ്പനി അക്കൗണ്ട്സിലെ കമ്പനി ഫൈനൽ അക്കൗണ്ട്സ്, അപ്രോപ്രിയേഷൻസ്, മാനേജറിയൽ റെമ്യൂണറേഷൻ, ഡിവിഡൻസ്, ഫൈനാൻഷ്യൽ അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, ലിക്വിഡിറ്റി, activity leverage and profitability ratios, cash flow and fund flow statements, preparation methods, classification of activities, working capital analysis എന്നിവയാണ് അവിടെ കവർ ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്. 8 മാർക്കിന്റെ ചോദ്യങ്ങൾ ഒരെണ്ണം, 5 മാർക്കിന്റെ ചോദ്യം ഒരെണ്ണം, 3 മാർക്കിന്റെ ചോദ്യം 2 എണ്ണം, 1 മാർക്കിന്റെ ചോദ്യം ഒരെണ്ണം. അങ്ങനെ ആകെ 20 മാർക്കിനാണ് ഇവിടെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്.
ഇനി അഞ്ചാമത്തെ മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് ആണ്. ഇവിടെ ഗ്രൂപ്പ് കമ്പനീസ്, അതിന്റെ ഡെഫിനിഷൻ, പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, മൈനോറിറ്റി ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ പ്രോഫിറ്റ്, കോസ്റ്റ് ഓഫ് കൺട്രോൾ, ഗുഡ്വിൽ, ക്യാപിറ്റൽ റിസർവ്, ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് ആൻഡ് റിയലൈസ്ഡ് പ്രോഫിറ്റ്സ്, റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ്, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇറ്റ്സ് ഡിവിഡൻഡ്, ബോണസ് ഇഷ്യൂ, ട്രീറ്റ്മെന്റ് ഓഫ് ഇക്വിറ്റി ഡിവിഡൻഡ്, റെസിപ്രോക്കൽ ഹോൾഡിംഗ്, accounting for liquidation of companies, types of winding up, contributories, preparation of statements of affairs, deficiency, surplus accounts, liquidators, final statement of account എന്നിവയാണ് ഇവിടെ ടോപ്പിക് ആയിട്ട് വരുന്നത്. ഇവിടെ 8 മാർക്കിന്റെ ചോദ്യം ഒരെണ്ണം, 3 മാർക്കിന്റെ ചോദ്യം 4 എണ്ണം, അങ്ങനെ ആകെ 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് അഞ്ചാമത്തെ മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ഇനി ആറാമത്തെ മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ അവിടെ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. അവിടെ കോസ്റ്റ്, കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ്, ഒബ്ജക്ട്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്, accounting for cost, material, labor, overheads, methods and techniques of costing, job, batch, contract, process, unit costing, marginal costing, standard costing, റീകൺസിലേഷൻ വിത്ത് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് എന്നിവയാണ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. 8 മാർക്കിന്റെ ചോദ്യം ഒരെണ്ണം, 5 മാർക്കിന്റെ ചോദ്യം 2 എണ്ണം, അങ്ങനെ ആകെ 18 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ നിന്നും പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ എക്സാമിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSC വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.